രാവിലെ തന്നെ രണ്ടു വീടുകളും കല്യാണത്തിന്റെ തിരക്കിലേക്ക് തിരിഞ്ഞിരുന്നു. ബദ്രിയുടെ വീട്ടിലാണെങ്കിൽ ഫുൾ ക്ലീനിങ് ആണ്. ബദ്രിയുടെ ഡ്രസ്സെല്ലാം ഒതുക്കി ചാരുവിന് വാങ്ങിയ ഡ്രസ്സുകൾ എടുത്തു വെക്കുന്ന തിരക്കിലാണ് ബാല. അമ്മയും അച്ഛനുമൊക്കെ ബന്ധുക്കൾക്ക് ഫോൺ ചെയ്ത് കല്യാണത്തിന്റെ കാര്യവും കോവിഡ് ആയതുകൊണ്ട് ആളുകൾ കുറച്ചാണെന്നൊക്കെ വിശദീകരിക്കുന്ന തിരക്കിലാണ്. ജീവയുടെ അമ്മയും അച്ഛനും നാളത്തേക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുക്കുന്ന തിരക്കിലും. ഇതിലൊന്നും പെടാതെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിലിരിക്കുകയാണ് ബദ്രി. മീഡിയയിൽ നിന്ന് ബദ്രിയുടെ വിവാഹകാര്യം അറിഞ്ഞ് വിളിക്കുന്ന കോളുകൾക്ക് മറുപടി നൽകി അകത്തേക്ക് കയറാൻ നിന്ന ജീവ കാണുന്നത് ബദ്രി എന്തോ ആലോചിച്ചിരിക്കുന്നതാണ്. എന്താടാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? കല്യാണത്തിനെ കുറിച്ചാണോ? ബദ്രിയുടെ തോളിൽ കൈവച്ച ജീവ അത് ചോദിച്ചപ്പോൾ തന്നെ അസ്വസ്ഥതയോടെ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞ് ബദ്രി അവനടുത്ത് നീങ്ങി നിന്നു. ബദ്രി, എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണോ നീ ഇങ്ങനെ ടെൻസ്ഡ് ആവാൻ കാരണം? അങ്ങനെയും പറയാം. നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയാം, അല്ലെങ്കിൽ വേണ്ട. അവിടുന്ന് മടങ്ങാൻ നിന്ന ജീവയുടെ കയ്യിൽ പിടുത്തമിട്ട് ദൂരേക്ക് തന്നെ നോട്ടം പായിച്ചുകൊണ്ട് ബദ്രി നിന്നു. ചാരു, അവളുടെ ജീവൻ അപകടത്തിലാണടാ. ബദ്രിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാകാം ജീവ സംശയം നിറഞ്ഞ മിഴികളോട് പിരികമൊന്ന് ഉയർത്തി ബദ്രിയെ നോക്കിയത്. നീ എന്താ ബദ്രി പറഞ്ഞേ? ചാരുവിൻ്റെ ജീവൻ? സത്യമാണടാ, അവളുടെ അച്ഛൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ചിത്രയുടെ മരണം മുതൽ ഇന്നലെ ആ ACP മരിച്ചത് വരെയുള്ള കാര്യങ്ങൾ ബാസി അങ്കിൾ ബദ്രിയെ വിളിച്ചു അറിയിച്ചിരുന്നു. അതെല്ലാം അതേപടി തന്നെ ജീവയോടും പറഞ്ഞു. ഇനിയിപ്പോൾ എന്താടാ നമ്മൾ ചെയ്യുക? അവളെ രക്ഷിക്കണ്ടേ? വേണം, എൻ്റെ ചാരുവിനെ രക്ഷിക്കണം. പക്ഷേ അത് ഇങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ടാകരുത്. ഒളിഞ്ഞിരുന്ന് പടവെട്ടുന്നവരെ വെളിച്ചത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് പോരാടണം. തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടത്, അല്ലാതെ നമ്മളല്ലല്ലോ. പക്ഷേ ചാരു, അവളെ രക്ഷിക്കാനല്ലേ നമ്മളുള്ളത്. വിവാഹം കഴിഞ്ഞ് കൂടിപ്പോയ 2 ആഴ്ച അതിനുള്ളിൽ തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. റീസൺ എന്താ പറയുക? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു എന്ന് ചാരു അറിഞ്ഞ അവൾ ചിലപ്പോൾ ഇതിന് പിന്നിലുള്ളവരെ നമ്മളോട് പറയില്ല. നമ്മളറിഞ്ഞ കാര്യം അവൾ അറിയണ്ട. ഒരു സമയം വരും നമ്മളോട് അവളെല്ലാം തുറന്നു പറയുന്ന ടൈം. അതുവരെ കാത്തിരിക്കാം. അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യം അവൾ അറിയണ്ട എന്ന്. ഷൂട്ടിങ്, പിന്നെ ഒരു ചെറിയ കറക്കം, അത്ര പോരെ റീസൺ. ബദ്രി വീണ്ടും എന്തൊക്കെയോ ആലോചിച്ച് ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ ജീവ ഒന്ന് എത്തി നോക്കി. സ്ക്രീനിൽ ചാരു എന്ന് കണ്ടപ്പോൾ തന്നെ ജീവ അവനെന്ന് വലിഞ്ഞു. ചാരുവിനെ കോൾ ചെയ്യുമ്പോൾ തന്നെ അത്ര നേരത്തെ പിരിമുറുക്കം മാറി ബദ്രിയിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അമ്മ, എനിക്ക് ചോറ് വേണം. ചെറിയ രീതിയിൽ പന്തലിടലുമൊക്കെ ആയി ചാരുവിൻ്റെ വീട് ഒരുങ്ങിയിരുന്നു കല്യാണത്തിന്. വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് നടന്നു നിർത്താൻ ഒരുങ്ങിയപ്പോഴാണ് കൊച്ചു പിള്ളേരെ പോലെ ചാരു ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞ് അമ്മയുടെ പിന്നാലെ കൂടിയത്. ചാരു, കളിക്കാതെ പോയി ചോറെടുത്ത് കഴിക്ക്, എന്നെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ. അമ്മയുടെ ദേഷ്യം കണ്ടപ്പോൾ തന്നെ ആഗ്രഹിച്ചത് കിട്ടാത്തതിൻ്റെ സങ്കടവും നിരാശയും എല്ലാം കൂടി ചാരുവിൻ്റെ ദേഷ്യവും വിഷമവും കൂട്ടി കുഞ്ഞു പിള്ളേരെ പോലെ ചുണ്ടു പുറത്തേക്കാക്കി മുഖവും വീർപ്പിച്ച് റൂമിലേക്ക് കയറി വാതിലങ്ങ് ശക്തിയിൽ അടിച്ചു. ചാരു, വാതിൽ അങ്ങനെ അടയ്ക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? അമ്മയുടെ വാതിലൊന്നും അല്ലല്ലോ, എൻ്റെ റൂമിലെ അല്ലേ. കരച്ചിലടക്കി പിടിച്ചുള്ള ചാരുവിൻ്റെ വർത്താനം കേൾക്കെ ഭവ്യാൻ്റിക്ക് സങ്കടമായി. ഉണ്ണി, അമ്മയുടെ പൊന്നെ, റൂമിൽ ഇറങ്ങി വാ, ചോറമ്മ വാരിത്തരാം. എനിക്കൊന്നും വേണ്ട ചോറ്, അമ്മയുടെ കെട്ടിയോന് കൊണ്ട് കൊടുക്ക്. ചോറ് വേണമെന്നുണ്ടെങ്കിൽ വാശി സമ്മതിക്കുന്നില്ല. ആ അവസ്ഥ ചാരു വീണ്ടും കരഞ്ഞു. ഇതേ സമയത്ത് തന്നെയാണ് ജീവ ഫോൺ ചെയ്യുന്നത്. താലി കാണിച്ചു തരാത്ത ദേഷ്യം അമ്മയോടുള്ള വാശിയൊക്കെ കൂടെ ആയപ്പോൾ ചാരുവിൻ്റെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെയായി. ചാരുട്ടി. ബദ്രിയുടെ ശബ്ദം കുറച്ച് ആശ്വാസം നൽകിയെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ചാരു മറുപടി നൽകി. എന്താടോ തനിക്ക് വേണ്ടേ? കുറച്ചു നേരം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒപ്പം തുടങ്ങിക്കോളാം അവൻ്റെ ഒരു ചാരുട്ടി. പിന്നെ കുറെ പറഞ്ഞതിനു ശേഷം ബദ്രിയുടെ മറുപടിക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ ചാരു ഫോൺ കട്ട് ചെയ്തു. സമയം അതിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ദേഷ്യവും വാശിയുമെല്ലാം ആവിയായിട്ട് പോയി. പിന്നെ അങ്ങോട്ട് ചാരുവിന് കുറ്റബോധമായി. ഏറ്റവും അവസാനം ഫോൺ എടുത്തിട്ട് ബദ്രിക്ക് മെസ്സേജ് അയച്ചു. സോറി, എൻ്റെ മൈൻഡാകെ പോയി കിടക്കുകയായിരുന്നു. അന്നേരം തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം. ചാരുവിൻ്റെ മെസ്സേജ് റീഡായപ്പോൾ തന്നെ ബദ്രി അവൾക്ക് സാരല്ല എന്ന രീതിയിൽ റിപ്ലൈ നൽകി. ചാരുവിൻ്റെ ശബ്ദം കേൾക്കുക എന്ന ലക്ഷ്യം മാത്രമേ ബദ്രി ആ നേരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളോട് ദേഷ്യവും തോന്നിയില്ല. മെസ്സേജിൻ്റെ റിപ്ലൈ കണ്ട ആശ്വാസത്തിൽ റൂമിൽ നിന്നിറങ്ങിയ ചാരു നേരെ പോയത് പ്ലേറ്റിൽ ചോറും പിടിച്ചിരിക്കുന്ന അമ്മയ്ക്കടുത്തേക്കാണ്. താഴെ ഇരുന്ന് അമ്മയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ചാരു ഇരുന്നു. സോറി അമ്മേ, ആ നേരത്തെ ദേഷ്യത്തിന് ഇനി അങ്ങനെ ചെയ്യൂല.
ചെയ്യുമ്പോൾ ഓർക്കണം മോളെ, ഓരോ വാക്കുകൾ മറ്റുള്ളവർക്ക് എന്തോരം വിഷമമാവുമെന്ന്. ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, ഇനി ശ്രദ്ധിക്കണം അമ്മയുടെ മോള്. ബദ്രിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ആശ്വാസത്തിലായിരുന്നു ബാസി. അതിൻ്റെ കൂടെ അമ്മയുടെയും മോളുടെയും പിണക്കം. വന്നിട്ട് സോൾവാക്കാമെന്ന് ഭവിയെടുത്ത് പറഞ്ഞ് അത്യാവശ്യത്തിന് പുറത്തു പോയതാണ് ബാസി. തിരിച്ചു വന്നപ്പോൾ കാണുന്ന ചിരിച്ചു കളിച്ച് ചോറ് കഴിക്കുന്ന അമ്മയെയും മോളെയുമാണ്. അച്ഛനെ കണ്ടതും ചാരു അച്ഛൻ്റെ കയ്യും പിടിച്ചടുത്തുകൊണ്ടിരുത്തി. പരസ്പരം ചോറ് വാരിക്കൊടുത്ത് ഓരോ നിമിഷവും സ്നേഹത്താൽ നിറയുകയായിരുന്നു അവർ. ആരവമോ ബഹളമോ ഇല്ലാതെ ചാരുവിൻ്റെയും ബദ്രിയുടെയും വീടുകൾ കല്യാണത്തിനൊരുങ്ങി. തലേ ദിവസം തന്നെ കല്യാണ സാരി ബാലയും ജീവയും കൊണ്ട് തന്നതുകൊണ്ട് ചാരു രാവിലെ തന്നെ ഒരുക്കം തുടങ്ങിയിരുന്നു. 11:30-ക്കും 12 മണിക്കും ഇടയിലാണ് മുഹൂർത്തം. ബാസി അങ്കിളിൻ്റെ ചേട്ടൻ, ഭാര്യയും പിന്നെ പൂജാരി, ഒരു ക്യാമറാമാൻ, അങ്ങനെ ചാരുവിൻ്റെ വീട്ടിൽ നിന്ന് 6 പേരും, ബദ്രിയുടെ വീട്ടിൽ നിന്ന് അമ്മ, അച്ഛൻ, ബാല, ജീവ, ജീവയുടെ അച്ഛനും അമ്മയും, പിന്നെ ഒരു ക്യാമറാമാൻ, അങ്ങനെ 8 പേര്. മൊത്തം 15 പേര് മാത്രം പങ്കെടുക്കുന്ന ചെറിയ കല്യാണം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ചാരു, നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? സമയം 10:30 കഴിഞ്ഞു കേട്ടോ. വേഗം വാ മോളെ, ദക്ഷിണ കൊടുക്കാനുള്ളതാ. കണ്ണാടിയിൽ തന്നെ നോക്കി നിന്ന ചാരു അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വേഗം കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് മുത്തം നൽകി. കൂടെ അനുഗ്രഹം ചോദിച്ചു. വീണ്ടും കതകിൽ തട്ട് കേട്ടപ്പോൾ തന്നെ ചാരു റൂമിൽ നിന്നിറങ്ങി. മിതമായ ആഭരണങ്ങളോട് കല്യാണ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെ ഉണ്ടച്ഛാ? എന്നെ ഈ വേഷത്തിൽ കാണാൻ ഭംഗിയുണ്ടോ? ഭംഗിയില്ലാതെ അച്ഛൻ്റെ കുട്ടി സുന്ദരി അല്ലേടാ. ചാരുവിൻ്റെ നെറ്റിയിൽ മുത്തം കൊടുത്തുകൊണ്ട് തൻ്റെ മകളെ നെഞ്ചോട് ചേർത്തപ്പോൾ ഹൃദയം ഒന്ന് പിടഞ്ഞു കാണണം. ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ജനിച്ച ഉടനെ മരണത്തിന് വിധിയെഴുതിയ മോളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ തെല്ലൊന്നുമല്ല ആ പിതാവ് ഓടിയത്. മകളുടെ എല്ലാ ആഗ്രഹങ്ങളും ഒപ്പം നിന്ന് കൂടെ നടന്നത് ആ പിതാവാണ്. തൻ്റെ സങ്കടങ്ങൾ തീർക്കാൻ തൻ്റെ മകളുടെ പുഞ്ചിരി മതിയായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മകൾ ഓടിയെത്തുമ്പോൾ ഇനി തൻ്റെ മകൾ കൂടെ ഉണ്ടാവില്ല എന്ന സത്യം ആ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എത്രയൊക്കെ ഗൗരവം കാണിച്ചാലും ആ ഹൃദയം തൻ്റെ മകൾക്ക് വേണ്ടി വേദനിച്ചുകൊണ്ടേയിരിക്കും. അച്ഛനും മോളും അവിടെ തന്നെ നിൽക്കാതെ ദക്ഷിണ കൊടുക്കാൻ നോക്ക്. വല്യച്ഛൻ്റെ ശബ്ദമാണ് അവർ പരസ്പരം അകറ്റിയത്. ദക്ഷിണ കൊടുക്കലും ഫോട്ടോ എടുപ്പും കഴിയുമ്പോഴേക്കും ബദ്രിയും ഫാമിലിയും വന്നിരുന്നു. ചാരുവിൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ബദ്രിയുടെ കാല് കഴുകിച്ചു കൊടുത്തൊക്കെ ജീവയാണ്. ജീവ തന്നെയാണ് ബദ്രിയെ മണ്ഡപത്തിലേക്ക് കൂട്ടിയതും. മുഹൂർത്തമായപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് ചാരു മണ്ഡപത്തിലേക്ക് വന്നു. ആദ്യം തന്നെ നടന്നത് കന്യാദാനം. പൂജാരി നൽകിയ പൂക്കൾ ബാസി കയ്യിൽ വാങ്ങി പിടിച്ചു. പൂജാരി ചൊല്ലിയ നാമജപങ്ങൾ അതേപടി ഏറ്റു ചൊല്ലിക്കൊണ്ട് അങ്കിളിൻ്റെ വലത് കൈക്ക് മേലെ ചാരുവിൻ്റെയും കയ്യും അതിനു മേലിൽ ബദ്രിയുടെ കയ്യും വെച്ചു. അതിനുശേഷം ബദ്രിയും ചാരുവും തുളസിമാലകൾ പരസ്പരം ചാർത്തി കൂടെ ചന്ദനവും അണിയിച്ചു നൽകി. മാലയിൽ താലി ചേർത്തിട്ടതുകൊണ്ട് മഞ്ഞച്ചരടിന് പകരം താലിമാലയാണ് ബദ്രി ചാരുവിനെ അണിയിച്ചത്. സിന്ദൂരം ചാരുവിന് ചാർത്തിക്കൊണ്ട് ബദ്രി ചാരുവിനെ തൻ്റെ പാതിയാക്കി. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചാരുവും ബദ്രിയും ഇറങ്ങി. അമ്മയെയും അച്ഛനെയും ചേർത്ത് പിടിക്കുമ്പോൾ കരയാതിരിക്കാൻ ചാരു ശ്രമിച്ചിരുന്നു. 2 മണിക്ക് തന്നെ ഗൃഹപ്രവേശം നടത്തണമായിരുന്നു. ബദ്രിയുടെ അമ്മ നൽകിയ നിലവിളക്ക് വാങ്ങി മൈലാഞ്ചിട്ട് മനോഹരമാക്കിയ കാൽപാദങ്ങളോടെ തന്നെ എടുത്തു വെച്ചുകൊണ്ട് ചാരു ആ വീടിൻ്റെ മരുമകളായി. മകൾ, സഹോദരി എന്നതിൽ നിന്ന് ഭാര്യ, മരുമകൾ, നാത്തൂൻ എന്നീ സ്ഥാനങ്ങൾ കൂടി ഒരു നിമിഷം കൊണ്ട് ചാരുവിൽ വന്നു ചേർന്നു. പരസ്പരം പഴങ്ങൾ കൈമാറി പാൽ കൈമാറിയും എല്ലാം അവിടുത്തെ ചടങ്ങും കഴിഞ്ഞു. ചാരു, വാ, ഞാൻ നിനക്ക് ഏട്ടൻ്റെ മുറി കാണിച്ചു തരാം. ഈ ഡ്രസ്സൊന്ന് മാറി ഫ്രഷ് ആവുകയും ചെയ്യാം. ബാലയുടെ വാക്കുകൾ ആശ്വാസം നൽകിയ പോലെ ചാരുവിന് തോന്നി. സ്റ്റെപ്പുകൾ ഇറങ്ങി റൂമിലെത്തിയപ്പോൾ തന്നെ ചാരുവിന് മനസ്സിൽ വന്നത് ഇവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഇടമുണ്ടല്ലോ എന്നാണ്. ഫ്രഷ് ആവാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറിയപ്പോഴാണ് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ചാരു ശ്രദ്ധിക്കുന്നത്. താലിയല്ല, നോർത്ത് ഇന്ത്യൻ യൂസ് ചെയ്യുന്ന മംഗൾസൂത്ര. ചാരുവിനത് നന്നായി ചേർന്നിരുന്നു. കുറച്ചു നേരം കൂടി അതിൻ്റെ ഭംഗി നോക്കിയിട്ട് വേഗം തന്നെ ഫ്രഷായി ഇറങ്ങി. ബാല ഉള്ളത് കൊണ്ട് തന്നെ ചാരുവിന് നേരം പോയി കിട്ടി. രാത്രിയിൽ ബദ്രിയുടെ അമ്മ നൽകിയ പാല് കൊണ്ട് റൂമിൽ ചെല്ലുമ്പോൾ ഒന്നും വലിയ പേടി തോന്നിയില്ല. പക്ഷേ ബാത്റൂമിൽ നിന്ന് ഷോർട്സ് മാത്രം ഇട്ട് വരുന്ന ബദ്രിയെ കണ്ടപ്പോൾ ചാരുവിന് എന്തെന്നല്ലാത്ത ഒരു പരവേശം. അതിൻ്റെ കൂടെയാണ് അലക്സ് ചേച്ചിയുടെ ആസ്ഥാനത്തുള്ള പാട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ബദ്രി ചാരുവിനെ നോക്കി നിന്നു പോയി. ചാരു ആണേൽ ആ പാട്ട് നിർത്താനുള്ള പരിശ്രമത്തിലും ബദ്രിയാണേ ചാരുവിൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നു. ചാരു,
ബദ്രി വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നോക്കാനുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു ചാരുവിന്. ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ചാരു കേൾക്കാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞ് ബദ്രി വേഗം തന്നെ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ബദ്രിയുടെ ഓർഡർ വന്നതും അലക്സ് പാട്ട് നിർത്തിയിരുന്നു. ചാരുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ടും അവളാണേലും ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. ചാരു, ഒന്ന് നോക്കടി. ചാരുവിൻ്റെ തോളിൽ കൈവച്ചപ്പോഴാണ് അവൾ കരയുകയാണെന്നറിയുന്നത്. അയ്യേ, എൻ്റെ കെട്ടിയോൾ കരയുക മോശമായിട്ടോ? കളിയാക്കുന്ന രീതിയിലുള്ള ബദ്രയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ കണ്ണുകളൊക്കെ തുടച്ച് ചാരു അവനെ നോക്കി. ഞാനൊന്നും കരഞ്ഞില്ല, തനിക്ക് തോന്നിയതാവും. തോന്നിയതാണോ? ആണോ ചാരു, പറ. ബദ്രി ഒന്നുകൂടി ചേർന്ന് നിന്നതും ചാരുവിന് ദേഹം മുഴുവൻ വിറയൽ പോലെ തോന്നി. അത് മനസ്സിലാക്കിയ വണ്ണം ബദ്രി ഒന്നുകൂടി ചേർന്ന് നിന്ന് അവളുടെ കാതിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു. കാൽ മുതൽ തലവരെ ഒരു മിന്നൽ പാസ് ചെയ്യുന്നത് പോലെയാണ് ചാരുവിന് തോന്നിയത്. ചാരുവിൻ്റെ കാതിനെ പതിയെ കടിച്ചുകൊണ്ട് ബദ്രി നുണയാൻ തുടങ്ങിയപ്പോൾ തന്നെ ചാരു അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചും വരിഞ്ഞു മുറുകിയിരുന്നു. ഇരുകാതുകളും തൻ്റെ ഉമിനീരിനാലും സ്വന്തമാക്കിയ ശേഷം ബദ്രി ചാരുവിൻ്റെ മുഖത്തേക്ക് കൈകൾ എടുത്തു. പ്രണയം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകളെ നേരിടാനാകാതെ ചാരു കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടേയിരുന്നു. ചാരുവിൻ്റെ മിഴികൾ മുത്തം നൽകിക്കൊണ്ട് ബദ്രയുടെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവസാനം എന്ന വണ്ണം ചാരുവിൻ്റെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ ബന്ധിച്ചിരുന്നു ബദ്രി. ചുണ്ടിനെ പതിയെ തഴുകിക്കൊണ്ട് അവയിലെ മധു നുകർന്നുകൊണ്ട് നാവുകൾ പരസ്പരം ഇഴ ചേർന്നുകൊണ്ട് ദീർഘനേരത്തെ ചുംബനം. ശ്വാസം വിലങ്ങുതടിയായപ്പോൾ മാത്രം ചുണ്ടുകൾക്ക് മോചനം നൽകിയത്. ആദ്യ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ ബദ്രിയുടെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് കിതപ്പടക്കി ചാരു. ചാരു, ഞാൻ നിന്നെ എൻ്റെ മാത്രമാക്കിക്കോട്ടെടി. പ്രണയം നിറഞ്ഞ ബദ്രിയുടെ വാക്കുകൾക്ക് അവൻ്റെ നെഞ്ചിൽ ചുംബനം നൽകിക്കൊണ്ടായിരുന്നു ചാരു മറുപടി നൽകിയത്. ചാരുവിൻ്റെ നെറ്റിയിൽ സ്നേഹചുംബനം ചാർത്തിക്കൊണ്ടാണ് ബദ്രി തൻ്റെ കയ്യിൽ അവളെ എടുത്തത്. ബെഡിൽ കിടത്തുമ്പോഴും അവരുടെ കണ്ണുകൾ പരസ്പരം ഒരുപാട് കഥകൾ കൈമാറിയിരുന്നു. ചാരുവിൻ്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെയാണ് അവളുടെ കണ്ണുകളിൽ ബദ്രി ചുംബനം നൽകിയത്. അവൻ്റെ സ്നേഹച്ചൂടിൽ ചാരുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. നിലാവിൻ്റെ ശോഭ പോലെ സുന്ദരിയായ തനിക്കരികിൽ കിടക്കുന്ന തൻ്റെ പ്രേമബന്ധത്തിനെ ചുംബനങ്ങൾ കൊണ്ട് ദന്തങ്ങളാലും ബദ്രി തൻ്റെ മാത്രമാക്കിക്കൊണ്ടേയിരുന്നു. ആദ്യ സംഗമത്തിൻ്റെ ആലസ്യത്തിൽ ചാരുവിൻ്റെ മാറിൽ തല ചേർത്തുറങ്ങുന്ന ബദ്രിയുടെ മുടിയിടകളെ തഴുകിക്കൊണ്ട് ചാരുവും മയങ്ങി. രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് അമ്മയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ ചാരു എഴുന്നേറ്റു. അപ്പോഴും തന്നോട് ചേർന്നുറങ്ങുന്ന ബദ്രിയെ കണ്ടപ്പോൾ തലേന്നത്തെ കാര്യങ്ങൾ അവളുടെ ചുവപ്പ് രാശി നിറച്ചിരുന്നു. ബദ്രിക്ക് നെറ്റിയുടെ മുടിയിടകൾ മാറ്റിക്കൊണ്ട് ചെറിയൊരു മുത്തം നൽകിയാണ് ചാരു ഫ്രഷ് ആവാൻ കയറിയത്. ദേഹത്ത് വെള്ളം വീഴുമ്പോഴുള്ള നീറ്റലുകൾ കവിളിലെ ചുവപ്പിനെ കൂടുതൽ അഴകേകിയ പോലെ തോന്നി. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നപ്പോഴും ബദ്രി ഉറക്കം തന്നെയായിരുന്നു. ചാരു അവനെ ഒന്നുകൂടി നോക്കിയിട്ട് നേരെ മുകളിലേക്ക് നടന്നു. ഹാളിൽ ചെന്ന് കയറിയതും എന്തോ ഒന്ന് മേത്ത് തട്ടി വീണതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ചാരു പേടിച്ച് ഒച്ച വെച്ചു.